TCSൽ മതപരിവർത്തനം നടന്നിട്ടില്ല. അതെ, വിശ്വസിക്കണം. ഇതാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് കൊടുത്തവരെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് APCR എന്ന് പറയുന്ന സംഘടനയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വലിയ രീതിയിലുള്ള മതപരിവർത്തനവും ലൈംഗിക ചൂഷണവും സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഒരു തൊഴിൽ ദാതാവായിട്ടുള്ള TCSൽ നടന്നു എന്നിരിക്കെ അതിൻ്റെ ഇരകൾ പുറത്തു വന്നുകൊണ്ട് ഇതിനെതിരെയുള്ള TCSനെതിരെയുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു വസ്തുത അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇനി ഈ പറയുന്ന അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അത് ആരുടേതാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ റിപ്പോർട്ടിന് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്നുള്ളതും ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് ആരുടെയൊക്കെ താല്പര്യമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഭാരവാഹികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകുന്നത് വളരെ നല്ലതായിരിക്കും. അഡ്വക്കേറ്റ് യൂസഫ് ഹാത്തിം മുച്ചാല പ്രസിഡന്റാണ്. കർണാടകയിലെ ഹിജാബ് നിരോധനം എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. ആ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ സുപ്രീം കോടതിയിൽ ഇതിന് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഹാജരായിട്ടുള്ള വക്കീലാണ് എന്നുള്ളതാണ്. ഇനി സെക്രട്ടറിയിലേക്ക് വരാം. മാറ്റമൊന്നുമില്ല, മാലിക് മോത്താസിം ഖാൻ എന്നാണ്. ഇയാൾ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ്. എന്ത് ഹിന്ദ് എന്ന് പേരിട്ടാലും ജമാഅത്തെയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സംഘടനയുടെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് കൃത്യമായിട്ടും തീവ്ര ഇസ്ലാമിക പക്ഷമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെതാണ് എന്നുള്ളത്. ഇവരുടെ സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗോവയിലൊക്കെ പഠന യാത്രയൊക്കെ നടത്തിയതിൻ്റെ ചിത്രങ്ങളടക്കം നമുക്ക് കാണാം. പക്ഷേ ഈ പറയുന്ന ആളുകൾ അത്രത്തോളം മതേതരവാദികളാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് അതിനെതിരെ പശ്ചാത്തപിക്കുകയോ അല്ലെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ദേശീയ സെക്രട്ടറി എന്ന് പറയുന്നത് നദീം ഖാനാണ്. കേരളത്തിലും ഈ നദീം ഖാനും ഇത്തരത്തിൽ തന്നെയുള്ള ഒരാളാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ഒരു പ്രവർത്തകനാണ്. അയാൾ ദേശീയ സെക്രട്ടറിയാണ് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഇനി ഇതൊന്നും ഉണ്ടാകില്ല എന്ന് പറയാൻ വരട്ടെ, കേരളത്തിലും ഈ പറയുന്ന സംഘടനയ്ക്ക് വേരുകളുണ്ട്. അത് വളരെ സ്വതന്ത്രമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അഡ്വക്കേറ്റ് പി ഉസ്മാനാണ് നിലവിൽ കേരളത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. മുൻപ് ഈ പറയുന്ന അഡ്വക്കേറ്റ് പി ഉസ്മാൻ എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ വഹിച്ചിരുന്ന അങ്ങ് വലിയ ബഹുത്ത് ബഡ നേതാവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, TCSന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ആരാണ് ഈ പറയുന്ന സംഘടനയെ ചുമതലപ്പെടുത്തിയത്? ഇതാണ് വസ്തുത, അവിടെ നടന്നിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ആരാണ്? ഈ സംഘടനയാണ്. ഈ സംഘടന നൽകുന്ന വസ്തുതാ അന്വേഷണ റിപ്പോർട്ടിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കാൻ കഴിയുമോ? നമുക്ക് ഏറ്റവും ഒടുവിൽ വന്ന TCSുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഒരു ജീവനക്കാരി പറഞ്ഞ വിവരം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് എത്രത്തോളം പോക്രിത്തരമാണ്, തോന്നിവാസമാണ് ഈ പന്നന്മാര് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരി പറയുകയാണ്, അവിടെയുള്ള ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ അവർ ആ സ്ത്രീയുടെ വസ്ത്രം സാരി വലിച്ചു മാറ്റി തുടയിൽ കൈവയ്ക്കുമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് പറയണമെന്നുണ്ടെങ്കിൽ, അതൊരു പൊതുമധ്യത്തിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള വേദന, ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുവരെയും പറഞ്ഞിട്ടുള്ള ഏറ്റവും ഒടുവിൽ പോലും ഇത്തരത്തിലൊരു പരാമർശം ഈ പറയുന്ന TCSൽ നടന്നു എന്നുള്ളത് പുറത്തു വരുമ്പോഴാണ് ഈ പറയുന്ന റിപ്പോർട്ട് വന്നിട്ടുള്ളത്. TCSലെ നിദാ ഖാൻ അവരാണല്ലോ HR മാനേജർ. ഇപ്പം അങ്ങനെ പറയാൻ പാടില്ല. TCS തന്നെ പറയുന്നത് HR മാനേജർ അല്ലായിരുന്നു, അവരൊരു വെറും ടെലികോളർ ആയിരുന്നു. മറ്റൊരു വാർത്തയും കണ്ടു, ബലിയാടാക്കുകയാണോ? നിദാ ഖാനെ ബലിയാടാക്കുകയാണ്.
നിതാ ഖാൻ ഗർഭിണിയാണ്. അതുകൊണ്ട് നിതാ ഖാന് ജാമ്യം അനുവദിക്കണമെന്നുള്ള ഒരു ഹർജിയുണ്ട്. അത് പരിഗണിക്കുകയാണ് കോടതി ഇന്ന് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ നിതാ ഖാന് മനുഷ്യാവകാശവും നിതാ ഖാനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഇവന്മാർക്ക് പുറത്തു വരണം, അവർ സംരക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഹിന്ദു യുവതികൾക്ക് നേരെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ, ഈ തോന്നിയവാസങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ഇവന്മാർക്ക് പൊള്ളുന്നത്? എന്തിനാണ് ഇല്ലാത്ത ഒരു റിപ്പോർട്ട് ഇവന്മാർ ഉണ്ടാക്കി കൊടുക്കുന്നത്? അതും പുറത്തു വരണമല്ലോ. അപ്പോൾ പലതരത്തിൽ 1/2 ഡസനിലധികം സ്ത്രീകളാണ് ഉൾപ്പെടുന്നത്. 9 FIR ആണ് ഈ പറയുന്ന TCSുമായി ബന്ധപ്പെട്ടിട്ട് ഇട്ടിട്ടുള്ളത്. ഇതിൽ ഇവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് നിതാ ഖാനെ ബലിയാടാക്കിയതാണ് എന്ന് പറയുന്നതിനുള്ള ഒരു ന്യായം എന്ന് പറയുന്നത് 9 എണ്ണത്തിൽ 1 എണ്ണത്തിൽ മാത്രമാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. നോക്കൂ, ഇത്രയും വലിയ കെണി ചതി ഒരുക്കി വെച്ച് ഈ പറയുന്ന ഗ്രൂമിംഗ് ഗാങ്ങുകൾക്കിടയിലേക്ക് സ്ത്രീകളെ, പെൺകുട്ടികളെ, 18നും 25നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ വലിച്ചിട്ട് കൊടുക്കുകയാണ്. അവരുടെ സാമ്പത്തിക പരാധീനതകൾ ഉള്ളത് കൊണ്ട്, അവർ പുറത്തു പറയില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട്. അത് ചെയ്തപ്പോൾ ഈ നിതാ ഖാന് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലേ? ആ പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുള്ള മനോവിഷമം എത്രത്തോളമായിരിക്കും? അവർക്കുണ്ടായിട്ടുള്ള ട്രോമ എത്രത്തോളമായിരിക്കും? അവർ എത്ര വർഷം ഇത് അനുഭവിച്ചു? അപ്പോഴൊന്നും ഈ പറയുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിതാ ഖാന് ഈ പറയുന്ന സ്വർഗം കിട്ടാനുള്ള തത്രപ്പാടിലായിരുന്നിരിക്കാം ഒരു പക്ഷേ നിതാ ഖാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ് TCS എന്ന് പറയുന്നത്. ഈ TCSനെ ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങി എന്നുള്ളതാണ്. ഈ പറയുന്ന ശരീഅത്ത് ഫണ്ടുകൾ TCSലേക്ക് വന്നു, അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവന്മാർ പറയുന്നത് അങ്ങനെ ഒരു കാര്യമേ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ കോർപ്പറേറ്റ് ജിഹാദ് എന്ന് പറയുന്നത് പോലും അവർക്ക് നോവുന്നു. അവർ ചെയ്തതിനല്ല പ്രശ്നം, അവർക്ക് നോവുന്നു. കോർപ്പറേറ്റ് ജിഹാദ് എന്ന് പറയുമ്പോൾ അവർക്ക് നോവുന്നു എന്നുള്ളതാണ്. ഭർത്താവ് പൂനെയിൽ ജോലി ചെയ്യുന്ന ഒരു യുവതി, അവര് നാസിക്കിനൊപ്പം ഭർത്തൃ വീട്ടിൽ താമസിക്കുകയാണ്. അവർ പറയുകയാണ്, തൻ്റെ വിവാഹത്തിന് ശേഷം 2025 ജൂൺ 20 മുതൽ അവർ TCSൽ ജോലി ചെയ്തിട്ടുണ്ട്. അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. എൻ്റെ 3 മാസത്തെ പരിശീലനമാണ് 2025 ജൂൺ 24 ആരംഭിച്ചത്. അവരുടെ ഗ്രൂമിംഗ് ഗാങ്ങിൽ ഉണ്ടായിരുന്നവരുടെ അവന്മാരുടെ പേര് ഷാറുഖ് ഖുറേഷി, ജയേഷ് ഗുഞ്ചൽ എന്നിവരായിരുന്നു. പരിശീലനത്തിനിടെ ഇവന്മാർ വന്ന് ചോദിക്കുന്നത്, പ്രണയവിവാഹമായിരുന്നോ, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ, ഭർത്താവ് വീട്ടിലുണ്ടോ, ഭർത്താവ് എപ്പോൾ വരും, കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ, കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, ഇതൊക്കെ അന്വേഷിക്കാൻ ഗ്രൂമിംഗ് ഗാങ്ങിൽപ്പെട്ടവർക്ക് എന്താണ് അവകാശം? അവർക്ക് എന്താണ് സാധ്യതയുള്ളത്? അപ്പോൾ ഇത്തരത്തിലൊക്കെ സംസാരിച്ചു കൊണ്ടാണ് പറയുന്നത്. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട, അത് നിവർത്തിച്ചു തരാൻ ഇവന്മാരുണ്ട്. ഇവന്മാർക്ക് ഇത് ചെയ്യുമ്പോഴാണല്ലോ ഹൂറികളെ കിട്ടുക. നേരിട്ടങ്ങ് പോയി പൊട്ടിത്തെറിച്ച് ചത്തൂടെ എന്ന് ആലോചിച്ചു പോവുകയാണ്. എന്തിനാണ് ഇവന്മാർ ഈ തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാരണം മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ യുവതിയോട് പറയുകയാണ്, കല്യാണം കഴിഞ്ഞ് ഈ യുവതിയുടെ 1 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ, എന്നിട്ടാണ് ആ പെൺകുട്ടിയോട് മോശമായ രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ നീ വിവാഹിതയാണിത്, എവിടെയാണ് ഹണിമൂണിന് പോയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടന്നു എന്നിരിക്കെ അവിടെ ഒരു ആൾദൈവം ഗോഡ്മാൻ കേസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അത് പുറത്തു വരാതിരിക്കാനാണ് തൻ്റെ പേര് എടുത്തിടുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ പേര് എടുത്തിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിതാ ഖാൻ്റെ ഭർത്താവ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ഫട്നാവിസാണ് ഭരിക്കുന്നത്. ആൾ ദൈവത്തിൻ്റെ കേസ് വന്നിട്ടുണ്ട്, ആൾ ദൈവത്തിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. അല്ലാതെ ചില പേരുകൾ കേൾക്കുമ്പോൾ അങ്ങ് മാറി നിന്ന് പോവുകയല്ല ചെയ്യുന്നത്. അത് ഫട്നാവിസ് സർക്കാർ ചെയ്യുകയും ചെയ്യുന്നതല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. വസ്തുത അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്ന പച്ചക്കള്ളമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടുകൊണ്ട് ഇവന്മാർ വീണ്ടും
ഹിന്ദു യുവതികളെ അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളെ മുഴുവനും ഇല്ലാതെയാക്കാനുള്ള ശ്രമം വീണ്ടും തുടരുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടിന് കൊടുത്തത്? ആരാണ് ഇവരെ ഏൽപ്പിച്ചത്? ഈ പറയുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഈ സംഘത്തിലേക്ക് ഇവരെയൊക്കെ ആരാണ് ചേർത്ത് വെച്ചത്? എല്ലാം ഈ പറയുന്ന ഇസ്ലാമിക് പേരുകൾ, ഇസ്ലാമിക് നാമധാരികളായിട്ടുള്ള എല്ലാവരുമല്ല. ഇത്തരത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് മനസ്സിലാക്കണം. എന്നിട്ടും ഇതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലവന്മാരും ഹൈന്ദവ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും നടന്നിട്ടില്ല, ഇതൊക്കെ വെറുതെ സംഘപരിവാറുകാരും BJP സർക്കാരും വീണ്ടും വേട്ട തുടങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ നിരന്തരം ഇടുന്നുണ്ട്. ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇത് ഈ പറയുന്നവന്മാരെല്ലാം ഫേക്ക് ഹാൻഡിലുകളാണ്, ഇത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. എന്തായാലും NIAയുടെ അന്വേഷണമാണ് വരുന്നത്. NIA കൃത്യമായ അന്വേഷണം നടത്തും. ഈ പറയുന്ന സംഭവത്തിന് പിന്നിലുള്ള എല്ലാ ഇസ്ലാമിസ്റ്റുകളെയും തൂക്കിയെടുത്ത് അകത്തിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.